വന്നേ നമുക്ക് നോക്കാം. ഇതങ്ങോട്ട് വാങ്ങിച്ചു കുട്ടി. ഇതിലെന്താ എഴുതിയിരിക്കുന്നത് കണ്ടോ? വായിച്ചു നോക്കിയിട്ട് വാങ്ങിച്ചാ മതി. മോഹൻലാൽ രാജിവെക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ മോഹൻലാലിനെ ചില ആളുകൾ തടഞ്ഞു എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ട്. മമ്മൂട്ടി അടക്കമുള്ള ചില മുതിർന്ന താരങ്ങൾ മോഹൻലാലിനെ തടഞ്ഞു. ഇപ്പൊ പോണ്ട. ഞാൻ പോണ്ടേ? വേണ്ട. ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഇല്ല, എന്തായാലും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെക്കുകയല്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള കാര്യം മോഹൻലാൽ അവരെ അറിയിക്കുകയും കൂടി ചെയ്തതോടുകൂടിയാണ് അവസാനം അവരും വഴങ്ങിയത്. രാജി എന്നുള്ള തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയായിരുന്നു. അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ? ഇന്നാ ഞാൻ റിലീവ് ചെയ്തോ? അടക്കമുള്ള ആൾക്കാർ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് മുതിർന്ന അംഗങ്ങൾ, മലയാള സിനിമയിലെ തലതൊട്ടപ്പന്മാർ അതിനെ അംഗീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നു. സോറി ബോൾ. സോറി ബോൾ. ഈ അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഒരു തീരുമാനമെടുക്കാം, ഞാൻ തന്നെ രാജിവെക്കുന്നു, മൊത്തത്തിൽ ഈ സംഘടന തന്നെ പിരിച്ചുവിടാമെന്ന തരത്തിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയതാണ്. ഭൂമിയിലുള്ള നമ്മുടെ അമ്മയുടെ മെമ്പേഴ്സിന് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഏറിൽ അമ്മയുടെ മെമ്പേഴ്സ് എല്ലാവരും ഏറിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ചോദിക്കൂ, ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യം ചോദിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ വീട്ടിലെ കാര്യം ചോദിക്കണം. ആദ്യമായിട്ട് അഭിനയിക്കാൻ അറിയില്ലെന്നൊരുത്തം പറയുന്നത് തകിടം മറിക്കുകയാണ് നിങ്ങൾ. ഈ വിഷയങ്ങളെല്ലാം കോടതിയിലുണ്ടെങ്കിൽ കോടതിക്ക് ബുദ്ധിയുണ്ട്, കോടതിക്ക് യുക്തിയുണ്ട്, കോടതി തീരുമാനമെടുക്കും. കുറച്ച് മുൻകോപമുണ്ട്. അത് പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. അല്ലാതെ എന്നേക്കുമായി ഒരാളോട് സ്ഥിരമായി ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ സ്വഭാവം എനിക്കില്ല. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. കോടതി അതിനാണ് അന്വേഷണം നടക്കട്ടെ. കോടതി പറയും. എന്താ പറഞ്ഞ നിങ്ങൾ പിന്നെയും ഇങ്ങനെ കുത്തിക്കേറ്റാതെ നിങ്ങൾ ചോദിച്ചു, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. താങ്ക് യു. ഒരിടത്തും രക്ഷയില്ല. നമ്മുടെ എല്ലാ നീക്കങ്ങളും വാച്ച് ചെയ്യപ്പെടുകയാണ്. ഈ നാട്ടിൽ ഈ നാരായണം നാറ്റിച്ചില്ലെങ്കിൽ തന്റെ പേര് തന്റെ പട്ടിക്ക് താനിട്ടോ. പോട്ടെ സാർ.